So guys, this is third day of 30 days challenge. അപ്പോൾ മോർണിംഗ് ഗൈസ്. സോ ഞാൻ നേരത്തെ എണീറ്റു, ഏകദേശം ഇപ്പം 5:30 ഞാനൊന്ന് ഫ്രഷായി. കാരണം ഇവിടെ മഴ പെയ്തു. മഴ പെയ്യുന്ന സൗണ്ട് ഇട്ടാണ് ഞാൻ എണീറ്റത്. നന്നായിട്ട് തണുത്ത് കേട്ടോ, നല്ലപോലെ തണുത്തപ്പോഴത്തേക്ക് ഫാനും ഒക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ ഒരു ഇങ്ങനെ വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടിട്ടാണ് എണീറ്റത്. നേരത്തെ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയി. എല്ലാ ദിവസവും ഫ്രഷ് ആവുന്നതും പല്ലിക്കുന്നതും വീഡിയോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനതെടുത്ത്. അപ്പം എനിക്ക് വേറൊരു കൺസേൺ പെട്ടെന്ന് വന്നത്, പട്ടിക്കുട്ടികളുണ്ട് വെളിയിൽ. പട്ടിക്കുട്ടി ഇവിടെ പ്രസവിച്ചു. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. 8-9 ഉണ്ടായിരുന്നു. ഇപ്പം 6-7 പേരേ ഉള്ളൂ. ഭയങ്കര മഴ. ഇന്നലെ തന്നെ തണുപ്പായിട്ട് ഞാൻ 2-3 തോർത്തൊക്കെ കൊണ്ട് അവർക്ക് ഇട്ട് കൊടുത്തായിരുന്നു. ഇവിടുത്തെ വേറെ കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ ആണെങ്കിൽ അതിനെ ഒരുമാതിരി പാവക്കുട്ടിയെ പോലെ നോക്കുന്നത്. എന്ന് വെച്ചാൽ ആ കൊടുത്ത തുണിയല്ലേ ഇപ്പം വെളിയിൽ മഴയത്ത് നനഞ്ഞു. അപ്പോൾ ഞാൻ വെച്ച് വേറൊരു തുണി എടുത്ത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരെ ഒന്ന് നോക്കിയിട്ട് ഞാൻ ഫുള്ള് ഫ്രഷ് ആയിട്ട് വന്നിട്ടാണ് ഞാൻ വീട്ടിൽ എടുക്കുന്നത്. കാണിച്ചു തരാം. ഇന്നലെ എന്താണെന്നറിയില്ല, അവളെ കൂട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് വായിക്കും. ഇത് ഞാൻ ഇന്നലെ രാത്രി വെച്ച തുണിയാണ്. അത് അവന്മാർ, ഇവിടുത്തെ പിള്ളേർ ഫുള്ളെല്ലാം കളിച്ചിട്ട് ഫുള്ളും ഇതെടുത്ത് അവിടെ ഇട്ടിരുന്നു. ഞാൻ പിന്നെ ഇപ്പോഴാണ് ഞാൻ ഇതിങ്ങോട്ട് മാറ്റിയത്. ഞാൻ ഇതിട്ട് നേരെ വന്ന് ഇങ്ങോട്ടാണ് നോക്കിയത്. ഫുള്ള് നനച്ച് നല്ല കട്ടി തോർത്തായിരുന്നു. എന്താടാ ഇതൊക്കെ ഒന്ന് ഇടിച്ചു കൊടുക്കാം. ഫുള്ള് മഴ. ഇതിൻ്റെ ഉണക്കാനിട്ട് അവർ ഒന്ന് സെക്യൂർ ആക്കി. എനിക്കൊരു സമാധാനമില്ല ഗൈസ്. അവർ ഇന്നലെ രാത്രി തൊട്ട് ഇന്നലെ മഴ പെയ്യോ എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ രാത്രി മൊത്തം. പക്ഷെ ഇന്നലെ രാത്രി പെയ്തില്ല, അപ്പോൾ വെളുപ്പിനെയാണ് പെയ്തത്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഞങ്ങളുടെ ആ പടിയിൽ ഇവർ കയറി കിടക്കുമായിരുന്നു. അത്രയും ഭാഗത്ത് വെള്ളം വീഴത്തില്ല, പക്ഷെ എങ്കിലും ഒരു വിഷമം. അപ്പോൾ ഞാനിപ്പോൾ അതെല്ലാം ശരിയാക്കി. അവർ കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ. അപ്പം മെഡിറ്റേഷനും എക്സസൈസും ഒക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് ഫ്രഷപ്പ് ആകണം. ഓക്കെ. ആക്ച്വലി ഗൈസ്, ഇന്ന് നമുക്ക് ക്ലാസ് ഇല്ല. ഇന്നെന്തോ അവധിയാണ് ഇവിടെ. അപ്പോൾ ഇന്ന് അവധി കാണിച്ചിരിക്കുന്നത് ചെട്ടിച്ചാന്തോ അങ്ങനെ എന്തോ ഒരു സാധനമാണ്. ഞാനിപ്പം എക്സസൈസൊക്കെ ചെയ്തു. എന്തോ ഒരു രാവിലെ എണീറ്റ് പപ്പീസിനെ കണ്ടുകൊണ്ടായിരിക്കണം എനിക്ക് ഭയങ്കര വിഷമം തോന്നി ആദ്യം. രാവിലെ എണീറ്റ് അവരെ കണ്ടപ്പോൾ ഇത്രയും തണുപ്പത്തിൽ കിടന്നുകൊണ്ട് ഒന്നാലേക്കണം നമുക്ക്. ഞാൻ ഇത്രയും റൂമിൽ കിടന്നിട്ട് ഞാൻ അവസരം ഫാൻ ഓഫ് ചെയ്തു. ഞാൻ 4:30 ആയപ്പം ഞാൻ എണീറ്റ് ഫാൻ ഓഫ് ചെയ്തു. ഫാൻ ഓഫ് ചെയ്തിട്ട് ഭയങ്കര തണുപ്പ് പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ സ്വെറ്റർ എടുത്തിട്ട് അപ്പം 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ അലാറം അടിച്ചപ്പം ഞാൻ എണീറ്റ് ഞാൻ ചെന്ന് നോക്കുമ്പോഴാണ് ഇവരിങ്ങനെ ഭയങ്കര തണുപ്പത്ത് കിടന്നത്. സോ ഗൈസ്, ദിസ് ഇസ് തേർഡ് ഡേ ഓഫ് 30 days ചാലഞ്ച്. അപ്പം എന്തായാലും പെട്ടെന്ന് ഒരു 3 ദിവസം പോയി. പക്ഷെ എനിക്ക് ഇന്ന് എണീറ്റപ്പോഴും ഐ വാസ് ലൈക്ക് ഓക്കെയാണ് ഞാൻ. എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ 2 ദിവസമൊക്കെ എണീറ്റ് 3-ാമത്തെ ദിവസം ഇപ്പം ഇൻ കേസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പോലും രാവിലെ എണീക്കുമ്പോൾ തോന്നും അയ്യോ ഒന്ന് ഉറങ്ങിയാൽ മതിയെന്ന് തോന്നും. പക്ഷേ എനിക്കറിയില്ല എന്തോ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. എനിക്കങ്ങനെ ക്ഷീണമൊന്നുമില്ല. ഗൈസ്, വളരെ സന്തോഷപൂർവ്വമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ ട്രൈപോഡിൻ്റെ സ്റ്റാൻഡ് എങ്ങനെ ഒളിഞ്ഞു. നമുക്കത് ഒട്ടിച്ച് നോക്കാം. ഞാൻ തളരത്തില്ല, കാരണം അത്യാവശ്യം വില കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം വളരെ തുച്ഛമായ വിലയിൽ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്കിത് മാക്സിമം യൂസ് ചെയ്യണം. പക്ഷെ ഇതിങ്ങനെ ഒടിഞ്ഞു വന്നു. എന്തായാലും നോക്കാം. ഓക്കെ ടൈം ഗൈസ്. അപ്പം പക്ഷേ എനിക്ക് എൻ്റെ ട്രൈപോഡ് ശരിയാക്കാൻ പറ്റില്ല. അത് ഒട്ടുന്നില്ല. ഞാൻ മറ്റേ ഫെവിക്കൊക്കെ ആ സാധനം ഉണ്ടല്ലോ വലിയ നമ്മൾ വീട്ടിലൊക്കെ ഒട്ടിക്കുന്ന, അതൊക്കെ ഒട്ടിച്ച പക്ഷെ ഇരിക്കുന്നില്ല. പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ വീഡിയോ എടുക്കുന്നു. ഒരു ശക്തിക്ക് നമ്മളെ തളർത്താനാവില്ല. അപ്പം ഓക്കെ ടൈം. ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര കുറച്ചെല്ലാം പതുക്കെ ചെയ്യുന്നു. ഇനി നല്ല തണുപ്പുണ്ട് കേട്ടോ. ചെറിയ മഴക്കോളുണ്ട്. നേരം വെളുത്തേ ഉള്ളൂ. ഞാൻ അതെടുത്ത് ഇട്ട് കൊടുത്ത സാധനം ആരോണ്ട് അടുത്ത് കളഞ്ഞിട്ട് ആ തുണി എടുത്ത് അവിടെ വെച്ചേക്കുന്നു. ഓണറായിരിക്കും. സത്യം പറഞ്ഞാൽ അതൊരു തെണ്ടിയാണ് കേട്ടോ. ഒരു തെണ്ടി. എൻ്റെ കർട്ടനായിരുന്നു, ഞാൻ അതിട്ട് കൊടുത്തു. കുറച്ചൊരാശ്വാസം കേട്ടോ. എൻ്റെ കർട്ടൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ കർട്ടൻ ഞാനെടുത്ത് മടക്കി 4ആയിട്ടൊക്കെ മടക്കിയിട്ട് കൊടുത്തു. ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നു. തണുപ്പുണ്ട് വെളിയിൽ, മഴ പെയ്തിട്ടുള്ള തണുപ്പ്. നേരം വെളുത്തും കൂടി വരുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം വെയിൽ വരുമായിരിക്കും. അപ്പോൾ പ്രശ്നമില്ല. എനിക്കെന്തോ ഭയങ്കര സങ്കടം. ഒട്ടും ആരോടും സ്നേഹമില്ല. കാശിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരാളാണ് എൻ്റെ ഒരു ഓണർ.
എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. മടി കൊണ്ട് മാത്രമാണ് ഞാനിത് കഴിക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സ് നല്ലതാണല്ലോ, ജസ്റ്റ് ബ്രേക്കിംഗ് ദ ഫാസ്റ്റ്. സോ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഒത്തിരി വലിയ പടപണ്ടാരം പോലെ കഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബ്രേക്ക് ദ ഫാസ്റ്റ്. നമ്മൾ രാത്രി കഴിച്ചിട്ട് ആ ഫാസ്റ്റിംഗ് ആയിരുന്നല്ലോ ഇത്രയും നേരം, അത് ബ്രേക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇതൊരു ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടതാണ്, ആൻഡ് ഇറ്റ് മേക്ക് സെൻസ്. സോ അപ്പം നമുക്കിത് കഴിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നിപ്പം വാട്സപ്പൊക്കെ എടുത്ത്, ഞാൻ പറഞ്ഞില്ല രാവിലെ എഴുന്നേറ്റ് 2 മണിക്കൂർ ഞാൻ ഒരു സോഷ്യൽ മീഡിയ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ്. സോ സോറി. അപ്പോൾ ഇന്ന് ഈദുൽ ഫിത്റാണ്. സോ എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാവർക്കും നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിലൊന്നും ജാതി മതഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഞങ്ങളും ആഘോഷിക്കുകയാണ്. ഞാൻ വിചാരിച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ട് വീട്ടിലോട്ട് പോവാണ്. അപ്പം അവിടെ ഞങ്ങൾ ബിരിയാണി വെക്കാമെന്ന് ആലോചിച്ചു. പക്ഷേ എനിക്ക് ബിരിയാണി വെക്കാമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് ഈദുൽ ഫിത്റാണ് അല്ലെങ്കിൽ ഈദാണെന്നൊന്നും എനിക്കറിയില്ല. നാളെയാണെന്ന് വിചാരിച്ചോണ്ടാണ് ഞാൻ ഈദ് നാളെയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇന്നാണ്. അപ്പോൾ എന്തായാലും പോയി ബിരിയാണി വെച്ച് കഴിച്ച് നമുക്ക് ആഘോഷിക്കാം. വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. ഒരു 100 വർഷം എല്ലാവരും അടിപൊളിയായിട്ട് ജീവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പം ബിരിയാണി കഴിക്കാൻ പോയിട്ട് വരാം. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്. അപ്പം ഇപ്പോൾ റെഡിയായി. ഇതാണ് എൻ്റെ ഡ്രസ്സ്. സോ പോയിട്ട് വരാം. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നടന്നു പോകണം. അതൊക്കെ പാട്ടൊക്കെ കേട്ട് പോയിട്ട് വരാം. ഓക്കെ, വിടട്ടെ. ബൈ. ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട്. വിചാരിക്കും ഒരുങ്ങി കിട്ടി പോകുന്നത് ബാക്കിയിട്ട് കോളേജിലാണ്. അല്ല, ബിരിയാണി ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നു. ഒപ്പിക്കൽ ബിരിയാണി ഈസ് റെഡി. ഒപ്പിക്കൽ ഈദ് ബിരിയാണി ഈസ് റെഡി. അടിപൊളി. നോക്ക്, മഴ വരുന്നുണ്ടോ? മല നമ്മൾ കാണുന്നുണ്ടോ? നൈസ്. സോ നൈസ് ആംബിയൻസ്. ഇതിനേക്കാൾ ബെറ്ററായിട്ടുണ്ട് ഈ സാധനം. നിൽക്ക്, ഞാൻ ഇത് കഴിച്ചില്ല ഇതുവരെ. കൊള്ളാം, കഴിക്കട്ടെ. ബൈ. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ അവളുടെ വീട്ടിൽ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്. ഇന്ന് എന്തായാലും അവധിയാണ്, എന്തെങ്കിലും നമുക്ക് ഫുഡൊക്കെ വെച്ച് കഴിക്കാം എന്നൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈദാണെന്നൊക്കെ അറിയുന്നത്. എന്തായാലും ഞങ്ങളുടെ ഈ ഈദ് ഒപ്പിക്കൽ ബിരിയാണിയായി മാറിയത്. അപ്പോൾ എന്തായാലും ഈ ഈദ് ഒപ്പിക്കൽ ബിരിയാണി ആക്ച്വലി സക്സസ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ ഇല്ലായിരുന്നു, പക്ഷേ അതൊക്കെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് നല്ലൊരു ബിരിയാണി ഞങ്ങൾ വെച്ചു. അപ്പോൾ എന്തായാലും നല്ല ഫുഡായിരുന്നു. പിന്നെ കുറേ നേരം ഇരുന്ന കാര്യം പറഞ്ഞു, അവിടെ ഇരുന്ന കാര്യം പറഞ്ഞു, ഇവിടെ നിന്ന് നാട്ടിലെ കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. അങ്ങനെ അതെല്ലാം പറഞ്ഞ് സംസാരിച്ചപ്പം ഭയങ്കരമായിട്ട് സമയം പോയി. അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങി. ഇരുട്ടിയിട്ട് പിന്നെ അതുവഴി നടന്നു വരാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി. കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്, ഏകദേശം 1 കിലോമീറ്ററോളം നടക്കണം ഇടവഴിയിലൂടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി. ഇനി എനിക്കൊന്ന് കുളിച്ചിട്ട് മേല് കുളിച്ച് വിളക്കൊന്ന് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ചായ ഇട്ട് കുടിക്കണം. പിന്നെ ഒന്ന് വായിക്കണം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ഇത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ 3rd ഡേ ഓഫ് 30 ഡേയ്സ് ചലഞ്ചിൻ്റെ. ഞാൻ രാവിലെ എണീറ്റതും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഇത്രയും വർഷം ചെയ്യാത്തൊരു കാര്യമാണ് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി കുക്ക് ചെയ്ത് കഴിക്കുന്നതൊക്കെ. സോ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റിയത് എന്തൊക്കെയോ ചേഞ്ച് വന്നുകൊണ്ടാണെന്ന് തോന്നി. സോ ദാറ്റ്സ് ഗ്രേറ്റ്. ദിസ് ഇസ് എ ഗ്രേറ്റ് ഡേ. സോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ്, ആൻഡ് ബി yourself and challenge yourself. Bye.